അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. ഉണ്ടായി കഴിഞ്ഞിട്ട് ചൂടോടെ കഴിക്കാനും വലിയ ടേസ്റ്റാണ്. ചിക്കൻ കറിയും ചീരത്തോരനും നാരങ്ങ അച്ചാറും ഭയങ്കര കോമ്പിനേഷനാണ്. നാവിൽ കൊതിയൂറുന്ന ചട്ടിയിലെ വറുത്തരച്ച മീൻകറി ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് കുഴച്ച് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ തേങ്ങ ചിരകണം. പാനിൽ എണ്ണ ഒഴിച്ചു. നമ്മളുടെ തേങ്ങ ചിരകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബ്രൗണിഷ് ആവുന്ന രീതിയിൽ നമുക്ക് അത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത്രയും ഐറ്റംസ് ഇടണം. വെളുത്തുള്ളി, വറ്റൽമുളക്, പെരുംജീരകമാണ് ഞാനിവിടെ ഇട്ടത്. പിന്നെ നമ്മളുടെ കറിവേപ്പില, പിന്നെ ഞാനൊരു കറുവാപ്പട്ടയും കൂടി ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്രൗണിഷ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇട്ട് നന്നായിട്ട് പച്ചപ്പൊടിയുടെ മണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ചൂട് ആറുന്നത് വരെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ മറ്റ് നമ്മളുടെ ചിക്കൻ ഉണ്ടാക്കേണ്ട ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് നമ്മളുടെ സവാള, ഞാനിവിടെ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തത്, ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും തക്കാളിയും ആഡ് ചെയ്യാൻ പോവാണ്. ഇഞ്ചി ഇത്രയേ ഉള്ളൂ. ഇഞ്ചി ഓൾറെഡി വെളുത്തുള്ളി നമ്മളുടെ തേങ്ങയിലിട്ട് വറുത്തത് കൊണ്ട് വെളുത്തുള്ളി ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഇഞ്ചി ഞാൻ ഇട്ടു. അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് പച്ചമണം മാറട്ടെ. അതിനുശേഷം നമുക്ക് തക്കാളി ഇടണം. അപ്പോൾ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി തലശ്ശേരിക്കാരുടെ മെയിൻ സാധനമാണ്. കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഈ ചട്ടിയിൽ വറുത്തരച്ച ചിക്കൻ കറി വെച്ച് അത് ചൂടോടെ നമ്മുടെ ചോറിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ അച്ചാർ, എനിക്ക് നാരങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ അടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ അത് ചട്ടിയിൽ തന്നെ വെക്കണം, എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇഞ്ചിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തക്കാളി, ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ തക്കാളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന ഒരു ടൈം മതി. പിന്നെ നമുക്ക് നമ്മളുടെ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇനി ആ ഒരു ടാസ്ക്കാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു വരാൻ നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഉടഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സത്യം പറഞ്ഞ ഈ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയും അതുപോലെ തന്നെ ഞാൻ ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റും നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത്. ഞാൻ മിക്ക റെസിപ്പീസും നമ്മളുടെ തലശ്ശേരി കണ്ണൂർക്കാരുടെ സ്റ്റൈലിലാണ് വെക്കാറ്. കൊച്ചിക്കാരുടെ എനിക്കറിയില്ല എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ. അപ്പം ഞാൻ പല യൂട്യൂബേഴ്സും വെക്കുന്നതൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ എൻ്റെ വേറെ എന്തെങ്കിലും പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പല രീതിയിലാണല്ലോ ഓരോരുത്തരും ഉണ്ടാക്കുക. പല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പല രീതിയിലെ ടേസ്റ്റ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം തലശ്ശേരിക്കാരുടെ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ വെക്കുമ്പോൾ വേറെ രുചിയായിരിക്കും. അത് ഓരോരുത്തരുടെ കൈപ്പുണ്യം, ഓരോരുത്തരുടെ കൈക്കണക്ക്, അതൊക്കെ മാറി മാറി വരുമ്പോൾ പല ടേസ്റ്റുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത്? അപ്പോൾ ആ രീതിയിലുള്ള റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻറ്റിലൂടെ നിങ്ങൾ അത് അറിയിക്കണം. അപ്പോൾ നമുക്ക് തക്കാളി ഉടഞ്ഞു വന്നു. ചട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ കരിഞ്ഞു പോവും.
അടുക്കി പിടിക്കും. അപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ട്. അതും കൂടി വെക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി എത്രയാണോ വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളവും നമുക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇവിടെ ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരത്തെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ട്. അപ്പം ഇനി തീ കൂട്ടി വെച്ച് നമുക്ക് മൂടി വെച്ചിട്ട് ഇനി ചിക്കൻ വേവുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കണം. വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ നമുക്ക് ഗ്രേവി ആവശ്യം ആ രീതിയിലുള്ള വെള്ളം കൂടി. അപ്പം ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ മൂടി വെക്കാം. അപ്പോൾ അത് റെഡി ആവട്ടെ. അപ്പം ഞാൻ ഇതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവസാനം കുറച്ച് കുരുമുളക് 1 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ടത്. അതുകൂടി ഇടുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് കുരുമുളക് കൂട്ടാം. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വറക്കുമ്പം തന്നെ കുരുമുളക് ഇട്ട് വറക്കാം. അപ്പോൾ ഞാനിങ്ങനെ വറുത്ത് പൊടിച്ചത് ഉള്ളത് കൊണ്ട് ഞാൻ അവസാനമാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ സെറ്റായി. മല്ലിയിലയും കൂടി നമുക്ക് ഇടാം. നമ്മുടെ മലബാർ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഊണ് കഴിക്കാം. ചോറും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല നാരങ്ങ അച്ചാറും പിന്നെ നമ്മളുടെ ചീരത്തോരനും അങ്ങനെ കൂട്ടിക്കുഴച്ച് ചിക്കൻ്റെ പീസും കൂടി കൂട്ടിക്കുഴച്ച് നന്നായിട്ട് കുഴച്ച് അങ്ങനെ അങ്ങ് അടിക്കാം. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെരി ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കണം. വറുത്തരച്ച ചിക്കൻ കറി വെരി ടേസ്റ്റിയാണ്. നമ്മുടെ മലബാർ സ്പെഷ്യൽ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.